ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞു നിർത്തി. തിഷ്ഠതി തത്വവിദിതി ശേഷ. ഇങ്ങനെയാണ് ഒരു തത്വജ്ഞാനി ഈ ലോകത്ത് കഴിയുന്നത്. ഇത്രയും കേട്ടപ്പോൾ രാമനൊരു സംശയം. ശ്രീരാമ ഉവാച സ്വരൂപമീദൃശം തസ്യ കോ വേത്തി മുനിനായക വദ സത്യമസത്യം വാ ഭവത്യജ്ഞോ ഹ്യപീദൃശഃ അശ്വവദ് ബ്രഹ്മചര്യേണ ചരന്തോ ചാരുചേതസഃ മിഥ്യാ തപസ്വിദാർഢ്യായ ഭവന്ത്യേവം വിധാ മുനേ. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രാമൻ ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു, പുറം വിഷയങ്ങളാലൊന്നും ബാധിക്കപ്പെടാതെ, എന്നാൽ ഒരു കർമ്മരംഗത്ത് നിന്നും ഒളിച്ചോടാതെ എല്ലാവരോടും നല്ല പോലെ സമ്പർക്കം പുലർത്തുന്നവനാണ് ഈ ജ്ഞാനി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു നടനെ പോലെയാണ് ഈ ലോകത്തിൽ കഴിയുന്നത് എന്ന് അങ്ങ് മുമ്പ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ കാപട്യമുള്ളവരല്ലേ ഈ ജ്ഞാനികൾ? കപടത എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ ഒന്ന് ഉള്ളിൽ വേറൊന്നും. ഇതാണ് കാപട്യം എന്ന് പറയുന്നത്. അപ്പോൾ പുറമേ ദുഃഖമൊന്നുമില്ല, അല്ല ഉള്ളിൽ ദുഃഖമൊന്നുമില്ല. പക്ഷേ ഒരു ദുഃഖിതനായ വ്യക്തിയെ തന്നെ സമീപിക്കുമ്പോൾ അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനികളെന്ന് പറയുന്നവർ ഒരർത്ഥത്തിൽ ഫ്രോഡല്ലേ, തട്ടിപ്പുകാരല്ലേ, കപടവേഷധാരികളല്ലേ? അങ്ങനെയല്ല. രാമന്റെ സംശയം ഇതാണ്. സ്വരൂപമീദൃശം തസ്യ കോവേത്തി മുനിനായക. ഒരു ജ്ഞാനിയുടെ ആന്തരമായ ഭാവം എന്താണെന്ന് ഒരു അജ്ഞാനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഈ ലൗകികന്മാർ ജ്ഞാനിയുടെ ആന്തരികമായ നില അറിയുന്നില്ല. അല്ലയോ മുനിവര്യ, വദസത്യം അസത്യം വാ ഭവത്യജ്ഞോ ഹ്യപീദൃശഃ. ഇപ്പോ താൻ ജ്ഞാനം നേടാതെ ജ്ഞാനികളെപ്പോലെ വേഷം കെട്ടി നടക്കുന്നവർ ഈ ലോകത്തിൽ ധാരാളം ഉണ്ടല്ലോ. ഈ കാലത്തല്ല, പണ്ടേ ഉണ്ട് ഇങ്ങനെയുള്ള കപട വേഷധാരികൾ. ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ലേശം പോലുമില്ലാതെ ജ്ഞാനം ഉള്ളവരെ പോലെ നടിക്കുന്ന, നിസ്സംഗത ഉണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉള്ളിൽ അമിതമായ സംഘവും കൊതിയുമാണുള്ളത്. അവർക്ക് നിസ്സംഗത എന്നുള്ളത് അല്പം പോലും ഉള്ളിലില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളിൽ ഈ ഉദാത്തമായ ഭാവങ്ങളൊന്നുമില്ലാതെ ഈ ഭാവങ്ങളൊക്കെ തനിക്കുള്ളതുപോലെ ഒരാൾക്ക് അഭിനയിക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ ആരാണ് അഭിനയിക്കുന്നത്? ആരാണ് യഥാർത്ഥ ജ്ഞാനി? ഇതെങ്ങനെ അജ്ഞാനികൾ കണ്ടുപിടിക്കും? എങ്ങനെ തിരിച്ചറിയും? ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ പ്രവേശിച്ചൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാളുടെ മുഖഭാവം, അയാളുടെ വാക്ക്, അയാളുടെ പ്രവൃത്തി, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അയാളുടെ ചിന്തയിൽ എന്താണ്, അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാപട്യം നടിക്കുന്ന, അതായത് ഉള്ളിലൊന്ന് പുറത്ത് പ്രകടിപ്പിക്കുന്നത് വേറൊന്ന്, അങ്ങനെയുള്ള പൂജ്യസന്യാസിമാരെയും യഥാർത്ഥ ജ്ഞാനികളെയും ഒരു അജ്ഞാനി എങ്ങനെയാണ് തിരിച്ചറിയുക? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് കബളിപ്പിക്കലിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. പലരും ഈ വേഷം കെട്ടുകാരുടെ അടുത്ത് ചെന്ന് കബളിപ്പിക്കപ്പെടാറുണ്ട്. പറ്റിക്കൽ പ്രസ്ഥാനം എന്ന് പറയും. അതൊരു പ്രസ്ഥാനമാണ്. കാവ്യമൊക്കെ കൊടുത്ത് കുറേ ഗീതാ ശ്ലോകങ്ങളുമൊക്കെ കാണാപ്പാഠം പഠിച്ച് ആൾക്കാരെ ഇങ്ങനെ ആകർഷിച്ച് താൻ എന്തോ ദിവ്യനാണ്, താൻ ഒരു യഥാർത്ഥ ജ്ഞാനിയാണ് എന്നൊക്കെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വേഷം കെട്ടി നടക്കുന്നവരുണ്ട്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനികളെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരുടെ ഇടയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക?
അജ്ഞാനികളും ഇങ്ങനെയൊക്കെ വേഷം കെട്ടാറുണ്ടല്ലോ. ഇതാണ് രാമൻ ചോദിക്കുന്നത്. അശ്വവത് ബ്രഹ്മചര്യേണ ചരന്തോ അചാരുചേതസഃ. ഉള്ളിൽ മുഴുവൻ ആഗ്രഹവും കാമവും പകയും കൊതിയും ഒക്കെ നിറഞ്ഞ ആൾക്കാരാണ്. മനസ്സ് അത്യന്തം കലുഷിതം, അത്യന്തം മലിനം. പക്ഷെ പുറമേ ദിവ്യനെ പോലെ സാത്വികനെ പോലെ വേഷം കെട്ടി നടക്കുന്നു. അപ്പോൾ ഈ യഥാർത്ഥ ജ്ഞാനികളെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? ബ്രഹ്മചാരിയാണ് എന്ന് പുറമേ ഭാവിക്കുന്നു, സ്ത്രീകളെ ഒന്നും നോക്കാറില്ല. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാമി നല്ല ബ്രഹ്മചാരിയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. സ്ത്രീകളുടെ അവരിരിക്കുന്ന ദിശയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നേയില്ല. അതൊക്കെ അവൻ്റെ ഒരു നമ്പരാണ്. അല്ലാതെ പെണ്ണുങ്ങളിരിക്കുന്ന സ്ഥലത്ത് വായി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആളുകൾ ഉടനെ ഇവൻ ആട്ടിൻ തോല് പുതപ്പിച്ച ചെന്നായാണ്, ആട്ടിൻ തോല് പുതച്ച ചെന്നായാണ് എന്ന് മനസ്സിലാക്കത്തില്ലേ? അതുകൊണ്ട് തൻ്റെ ഉള്ളിലിരിപ്പ് മറ്റുള്ളവർ അറിയാതിരിക്കാനായി ഇവർ പല രീതിയിലും പ്രവർത്തിക്കും. ഇവൻ സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് നോക്കത്തില്ല. ഇവൻ്റെ മുറിയിൽ പോയി കഴിഞ്ഞാൽ ബ്ലൂ ഫിലിമിൻ്റെ CD ഒരുപാടെണ്ണം ഇവൻ വെച്ചിട്ടുണ്ടാവും. ഇവ ഇൻ്റർനെറ്റിൽ കയറി കാണുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഞാൻ എല്ലാവരെയും പരിഹസിക്കുകയാണെന്ന് ദയവായി വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഉള്ളിൽ കാമമൊന്നുമില്ല, ഞാൻ സ്ത്രീകളെ കാണാറേ ഇല്ല, ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറേ ഇല്ല, ഒക്കെ നല്ലത് തന്നെ. തൻ്റെ ഉള്ളിൽ കാമമുണ്ടോ അതെങ്ങനെ അറിയും? അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അത് പ്രകടമാകും. മറ്റുള്ളവർ കാണുമ്പോൾ നല്ല പിള്ള, അവൻ്റെ മുറിയിൽ ചെന്നാൽ അവനെ തേടി വരുന്ന ഭക്തകളോട്, പബ്ലിക് പ്ലേസിലെ ആൾ നീറ്റാണ്, മിസ്റ്റർ ക്ലീൻ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലോ അദ്ദേഹത്തിൻ്റെ മുറിയിലോ ഒക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയാം? ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. ഈ പുറംമോടി കണ്ട് ഭ്രമിച്ചു പോകരുത്. മിന്നുന്നതെല്ലാം പൊന്നല്ല. തിളക്കം ഉണ്ടാവും, പ്രകാശം ഉണ്ടാവും, നിസ്സംഗതയൊക്കെ അഭിനയിക്കും. പക്ഷെ ഉള്ളിൽ ഒരു നിസ്സംഗതയില്ല. പദവി, സ്ഥാനമാനം, പണം, പ്രശസ്തി എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പുറമെ ഒന്നും ഉള്ളതായിട്ട് മറ്റുള്ളവരെ കാണിക്കുകയില്ല, ഒക്കെ ഉള്ളിലാണ്. അശ്വവത് ബ്രഹ്മചര്യേണ ചരന്തോ അചാരുചേതസഃ. ബ്രഹ്മചാരിയാണ് എന്നൊക്കെ പുറമെ വേഷം കെട്ടും, പക്ഷേ ഉള്ളിൽ മുഴുവൻ കാലുഷ്യം, മാലിന്യം മാത്രമേ ഉള്ളൂ. മിഥ്യാ തപസ്വിദാർഢ്യായ, ഇവരെയാണ് മിഥ്യാ തപസ്വികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തപസ്വിയെ പോലെ വേഷം കെട്ടുന്നവർ. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് കൃഷ്ണൻ ഗീതയിൽ മിഥ്യാചാരന്മാർ എന്ന് പറയുന്നത്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. മിഥ്യാചാരി ആരാണ് എന്ന് വളരെ വ്യക്തമായി കൃഷ്ണൻ അർജുനനെ പറഞ്ഞു കൽപ്പിക്കുന്നുണ്ട്. ആരാണ് കപടവേഷധാരി, ആരാണ് യഥാർത്ഥത്തിലുള്ള ഫ്രോഡ് എന്ന് ചോദിച്ചാൽ, കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ അദ്ദേഹം കർമ്മത്തിൽ വ്യാപരിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കൈകെട്ടി ഒരു സ്ഥലത്ത് അങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നു. നമ്മൾ വിചാരിക്കും അദ്ദേഹം ധ്യാനത്തിലാണ്. അല്ല, അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മധ്യാനത്തിലോ ഈശ്വര ധ്യാനത്തിലോ അല്ല അവരുടെ ശ്രദ്ധ. അവർ ധ്യാനിക്കുന്നത് മറ്റു പല കാര്യങ്ങളെയുമാണ്. അവരെയാണ് മിഥ്യാചാരികൾ എന്ന് പറഞ്ഞത്.
കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് യാസ്തേ മനസാസ്മരൻ, മനസ്സുകൊണ്ട് ഭൗതിക വിഷയങ്ങളെ പ്രേമപൂർവം ഇങ്ങനെ ഉൾക്കണ്ണുകൊണ്ട് നോക്കി രസിക്കുന്നു. ഇന്ദ്രിയാർത്ഥാൻ, ഇന്ദ്രിയ വിഷയങ്ങളെ, അത് ഭക്ഷണപദാർത്ഥങ്ങളാവാം, വസ്ത്രങ്ങളാകാം, ഏതെങ്കിലും സ്ത്രീ രൂപമാകാം, എന്തിനെയെങ്കിലും ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് രസിക്കുന്ന കുറെ കൂട്ടരുണ്ട്. അവർ പുറമേ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങാതെ ചമ്രം പടിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആസനത്തിലിരുന്ന് കണ്ണടച്ചങ്ങനെ ഇരിക്കും. ഉള്ളിലൂടെ ഓടുന്നത് മുഴുവൻ പലതരത്തിലുള്ള സിനിമകളാണ്. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ദൃശ്യങ്ങളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളവന് സൂക്ഷിച്ചോളണം. അവനാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നയാൾ. പുറമേ കുറേയൊക്കെ ഫ്രാഡാണ്, അയാൾ ഫ്രാഡ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവൻ ഫ്രാഡാണെന്ന് ബാക്കിയുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദോഷമില്ല. ഇവൻ ഉള്ളിൽ മുഴുവൻ ആഗ്രഹങ്ങളും കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ പുറമേ ഒരു ദിവ്യനെ പോലെ വേഷം കെട്ടുന്നു. അങ്ങനെയുള്ളവരെയാണ് മിഥ്യാചാരൻ എന്ന് ഗീതയിൽ പറയുന്നത്. ഇവിടെ വസിഷ്ഠ മഹർഷി മിഥ്യാ തപസ്വി, വസിഷ്ഠ മഹർഷിയിലെ ശ്രീരാമനാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത്. മിഥ്യാ തപസ്വി, യഥാർത്ഥത്തിൽ തപസ്സോ ഹൃദയ നൈർമല്യമോ ഒന്നുമില്ലാതെ അതൊക്കെ ഉള്ള ഒരു വ്യക്തിയെപ്പോലെ ലോകരുടെ മുമ്പിൽ നടിക്കുന്നു. ഈ മിഥ്യാ തപസ്വിയെ എങ്ങനെയാണ് ഒരു ലൗകികൻ തിരിച്ചറിയേണ്ടത്? ഈ കാര്യം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇതാണ് രാമന്റെ ചോദ്യം. ഉക്തൈർ ലക്ഷണൈഹി തത്വജ്ഞ പരിചയോ ദുർഘടഃ മൂർഖ ദാംഭിക വഞ്ചക താപസേഷ്വപി ഹഠാത് സമ്പാദിതാനാം യേഷാം ലക്ഷണാനാം ദർശനാദിതി രാമഃ ശങ്കത്തെ. രാമന് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ജ്ഞാനിയുടെ ലക്ഷണങ്ങളായി വസിഷ്ഠ മഹർഷി പറഞ്ഞു കേൾപ്പിച്ച ആ മൂല്യങ്ങളെ, ആ ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട് ജ്ഞാനിയെ തിരിച്ചറിയാം എന്നാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞത്. പക്ഷേ ആ ലക്ഷണങ്ങളെ കൊണ്ട് മാത്രം ജ്ഞാനികളെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ജ്ഞാനികളെ പോലെ വേഷം കെട്ടുന്ന അജ്ഞാനികളുണ്ട്. അപ്പോൾ അവരിൽ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മൂർഖന്മാരും ഉള്ളിൽ അഹങ്കാരം പതഞ്ഞു പൊന്തുന്നവരും വഞ്ചക മനോഭാവമുള്ളവരും തപസ് അല്പം പോലുമില്ലാതെ താപസന്മാരെ പോലെ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരും ഈ ലോകത്തുള്ളത് കൊണ്ട് ഇതിൽ യഥാർത്ഥ ജ്ഞാനികളെ ഈ ലൗകികന്മാർ എങ്ങനെ തിരിച്ചറിയും? ഇതാണ് രാമൻ ഈ ചോദ്യം ചോദിക്കാൻ ഉണ്ടായ പശ്ചാത്തലം. ഹഠാത് സമ്പാദിതാനം, അതായത് കുറേയൊക്കെ അവരെ മനസ്സിനെ ബലാത്കാരേണ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സാധാരണ ഇന്ദ്രിയങ്ങൾ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് വിഷയങ്ങളിലേക്ക് ആകർഷിക്കും. വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകും. അപ്പോൾ ഇവർ കുറേയൊക്കെ മനസ്സംയമനം ഉള്ളവരെ പോലെ, അപ്പോൾ കുറേയൊക്കെ ഇന്ദ്രിയ ജയം നേടിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി ഇന്ദ്രിയ ജയം നേടാത്തവരാണ്. ഇതിൽ പലരും തത്വബോധം അല്പം പോലും ഇല്ലാത്ത മൂഢന്മാരാണ്. പലരും ഇതിൽ ക്രിമിനലുകളാണ്. സന്യാസിമാരുടെ വേഷം കെട്ടിയ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഠാധിപതിയെ കൊന്നു, നമ്മൾ പത്രം വായിക്കുന്നു. നമ്മളെന്താ വിചാരിക്കുന്നതെന്നറിയാവോ? അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു അലവലാതി മഠാധിപതിയെ കൊന്നു എന്നാണ്. അല്ല, എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല.
ഈ മഠാധിപതി കാണിച്ച കുരുത്തക്കേടുകൾ കണ്ട് അത് സഹിക്കവയ്യാതെ ആ മഠാധിപതിയെ തട്ടിയ ഏതോ ഒരു നല്ലവൻ ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അവന് ഇയാൾ ഈ വേഷവും അണിഞ്ഞ് കാവ്യ വസ്ത്രവും അണിഞ്ഞ് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ഇത് കണ്ട് മനസ്സ് നൊന്ത് അവനെ തട്ടിയതാണ്. നമ്മൾ പറയുന്നത് ആ മഠാധിപതി പാവമാണ്, ആരോ ഒരാൾ അയാളോടുള്ള എന്തോ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ട് അയാളെ കൊന്നതാണെന്ന്. എപ്പോഴും മരിച്ചവനോടാണ് നമുക്ക് സഹതാപം തോന്നുന്നത്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. മരിച്ച വ്യക്തിയോടാണ് നമുക്ക് എപ്പോഴും സഹതാപം തോന്നുന്നത്. കൊന്നവനോട് സഹതാപം തോന്നാറില്ല. പക്ഷേ ചില വസ്തുതകൾ, ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ചെയ്തവൻ ഒരു ധാർമ്മിക പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. കാരണം ഈ ആട്ടിൻതോല് പുതച്ച ചെന്നായ്ക്കളെ നിയന്ത്രിക്കാൻ ആരുണ്ട്? വലിയ വലിയ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായി വന്നിട്ട് പോകുന്നവരാണ്, സന്ദർശകരാണ്. ആരോ ആയിക്കോട്ടെ, ഉന്നത സ്ഥാനമാനങ്ങളിലുള്ളവർ, വലിയ പദവികളിലുള്ളവർ, അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആര് നടപടിയെടുക്കും? അങ്ങനെ മറ്റ് ഒരു പോംവഴിയുമില്ലാതെ ഈ വ്യക്തിയെ കൊണ്ട് ലോകത്തിന് വലിയ നാശമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്മനസ്സുള്ള വ്യക്തി ഇദ്ദേഹത്തെ തട്ടിയിട്ട് ജയിലിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വായിക്കാറുണ്ട്, പട്ടാപ്പകല് നടു റോട്ടിലിട്ട് വെട്ടിക്കൊന്നു. പക്ഷേ ആ കൊലപാതകം ചെയ്യാൻ അയാൾ എന്തുകൊണ്ട് തയ്യാറായി? അതിനും മാത്രം എന്തോ ഒരു ദുഃഖം ആ മരിച്ച വ്യക്തിയിൽ നിന്ന് ഈ കൊന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. അവൻ വേറെ വഴിയില്ലാതെ, ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. അല്ല, അതിന് കൊല്ലണോ? അതിന് മറ്റ് പരിഹാര മാർഗങ്ങൾ നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ കൊല്ലുകയല്ലാതെ വേറെ പരിഹാരം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് എപ്പോഴും കൊലപാതകിയെ മാത്രം നമ്മൾ കുറ്റക്കാരനായി കാണരുത്. ആ കൊലപാതകം അയാൾ നടത്താനുണ്ടായ സാഹചര്യം എന്ത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്ത് എന്നുകൂടെ നമ്മൾ കാണണം. അതുകൊണ്ട് അയാൾ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ന്യായീകരിക്കുന്നു എന്നല്ല, ഏത് സാഹചര്യത്തിൽ അദ്ദേഹം ആ കടുങ്കൈ ചെയ്തു എന്നുള്ളത് കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇപ്പോൾ ഈ കാപട്യം ഉള്ള വ്യക്തികൾ ശിഷ്ടന്മാരെ പോലെ ലോകത്ത് വിഹരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനികളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുറേയൊക്കെ ഇന്ദ്രിയ ജയം നേടിയവരെ പോലെ ഇവർ മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടുന്നു. അതാണ് ഈ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം. ഈദൃശ മുക്തലക്ഷണ പരിചയം സ്വരൂപം സത്യം അഥവാ അസത്യം ദംഭാതി പരികൽപ്പിതം വേദി കോ വേദിതും ശക്നോതി. ഈ ജ്ഞാനിയുടെ ലക്ഷണങ്ങളായി അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് ഉള്ളതാണോ? അങ്ങനെ ഉള്ള സ്വഭാവവിശേഷങ്ങൾ ഒരു ജ്ഞാനിയിൽ യഥാർത്ഥത്തിലുണ്ടോ? അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നു. കാരണം ഈ സ്വഭാവങ്ങളൊന്നും ഉള്ളിലില്ലാതെ ഇതൊക്കെ ഉള്ളതുപോലെ അഭിനയിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവാൻ വേണ്ടിയാണ് രാമൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ജ്ഞാനികളുടെ ഈ സ്വരൂപമായി പറയപ്പെടുന്ന ലക്ഷണങ്ങൾ ഇത് സത്യമാണോ അസത്യമാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള സ്വഭാവത്തോട്, ഇങ്ങനെയുള്ള സ്വഭാവക്കാരാണോ
ജ്ഞാനികൾ. ഇതൊക്കെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമല്ലോ. മനുഷ്യരെ പറ്റിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്. ഹഠാത് സ്വരൂപം സത്യം അഥവാ അസത്യം ദംഭാതി പരികൽപ്പിതം. പ്രസിദ്ധിയും പ്രശസ്തിയും നേടാൻ വേണ്ടി അഹങ്കാരം ഉള്ളിൽ മൂത്ത് ഇങ്ങനെയുള്ള വേഷം കെട്ടി നടക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ ജ്ഞാനിയാണോ ഇല്ലെങ്കിൽ ഇവൻ അഹങ്കാരിയാണോ, ലോകത്തെ പറ്റിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണോ എന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഹി യതഃ എന്തുകൊണ്ടെന്നാൽ അജ്ഞോപി ദാംഭികഃ ഈദൃശസ്ത്വദുക്തലക്ഷണവാൻ ഭവതി ലോകേ ഇത്യന്വയ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം എന്ന് ചോദിച്ചാൽ, തികഞ്ഞ അജ്ഞാനികൾ പോലും ഈ ലക്ഷണങ്ങൾ ഉള്ളവരെ പോലെ വേഷം കെട്ടാറുണ്ട്. അപ്പോൾ ശരിയായ യഥാർത്ഥ ജ്ഞാനികളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെയുള്ള ബാഹ്യമായ ലക്ഷണങ്ങൾ. പക്ഷെ ഒരു കാര്യം രാമൻ മനസ്സിലാക്കുന്നില്ല, എന്തൊക്കെ നിങ്ങൾ പുറമെ അഭിനയിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം താൻ അജ്ഞാനിയാണ്, ഈ പറയുന്ന ഗുണങ്ങളൊന്നും തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലില്ല, ഇതൊക്കെ താൻ വെറുതെ ഇവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം ആ തപസ്വിയായി വേഷം കെട്ടി നടക്കുന്ന വ്യക്തിക്കറിയാം. മറ്റുള്ളവരെ വേണമെങ്കിൽ പറ്റിക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ദാംഭികന്മാർ, ദമ്പമുള്ളവർ, കപടത ഉള്ളിൽ വച്ചു പുലർത്തുന്നവരും ഇങ്ങനെയൊക്കെ ലോകത്ത് കാണപ്പെടുന്നുണ്ട്. വസിഷ്ഠ മഹർഷി ഇതിനുള്ള മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച അസത്യം വാസ്തു സത്യം വാ സ്വരൂപം പരമീദൃശം വിദ്ധി വേദവിദാം ത്വേഷ സ്വഭാവാനുഭവസ്ഥിതഃ. രാമ, ഒരാൾ ഇങ്ങനെയുള്ള ഉദാത്തങ്ങളായ ഭാവങ്ങളെ ഉള്ളതുപോലെ നടിച്ചാലും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഗുണങ്ങൾ അയാൾക്ക് ഉള്ളിൽ ഉണ്ടായാലും ആ വ്യക്തികളിൽ മഹത്വം ഉള്ളതായി അംഗീകരിക്കണമെന്നാണ്. ഇപ്പോൾ വേഷം കെട്ടുകാരൻ കാവ്യ വസ്ത്രം ഉടുത്ത് താനൊരു ദിവ്യനാണ് എന്ന് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെയൊക്കെ അയാൾ അഭിനയിക്കുന്നുണ്ടല്ലോ. ആ അഭിനയം അവനെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ, നമ്മെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അയാളുടെ ഉദ്ദേശം ദുരുദ്ദേശമാണെങ്കിലും അയാൾ കാഷായം ഉടുക്കുന്നു, എന്തോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ബാക്കിയുള്ളവർക്ക് അത് ഉപദേശിക്കുന്നു, കുറേയൊക്കെ ഇന്ദ്രിയ നിയന്ത്രണം ഉള്ള ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നു. അയാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ. അസത്യം വാസ്തു സത്യം വാ സ്വരൂപം വരമീദൃശം. അവൻ്റെ ആ വേഷമുണ്ടല്ലോ, ആ സന്യാസി വേഷം, അതിന് മതിപ്പ് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അവൻ്റെ കെണിയിൽ പെടാതെ ശ്രദ്ധിച്ചോളണം. അവനൊരു ദിവ്യനാണെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് കൂടി അവൻ്റെ കബളിപ്പിക്കലിന് ഇരയാവരുത്. പക്ഷേ ഇങ്ങനെ ഒരു വേഷം അയാൾ തിരഞ്ഞെടുത്തു. കുറേ പേർക്കൊക്കെ അയാളെ കൊണ്ട് പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അയാളെ അത്ര മോശക്കാരനാണ്, കൊള്ളരുതാത്തവനാണ് എന്ന് വിചാരിക്കേണ്ട. പൂച്ച സന്യാസിയാണ് ആള്, എന്നാലും സന്യാസി വേഷം കെട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അവരുടെ വലയിൽപ്പെടാതെ സൂക്ഷിച്ചോളണം. സ്വരൂപം വരമീദൃശം. എന്നാൽ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഈ ജ്ഞാന ലക്ഷണങ്ങൾ ഉള്ള ഒരു വ്യക്തി തികച്ചും ശ്രേഷ്ഠൻ തന്നെയാണ്. വിദ്ധി വേദവിദാം ത്വേഷ സ്വഭാവാനുഭവസ്ഥിത. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരാൾക്ക് സ്വതസിദ്ധമായി ഉണ്ടാവണം. അതിനെ അയാൾ
അഭിനയിച്ചതുകൊണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതുകൊണ്ടോ അയാൾക്ക് പ്രയോജനമില്ല. സ്വാഭാവികമായ ആ ഗുണങ്ങൾ ജ്ഞാനം നേടുമ്പോൾ ഒരാളുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണ് വേണ്ടത്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ശ്രേഷ്ഠൻ തന്നെയാണ്. അചാരുചേതസഃ വിദ്വത് സാദൃശ്യ വിഡംബനേന താദൃശ മാനപൂജാദി സാപേക്ഷചിത്താഃ. ഇനി ചിലർ ഈ വേഷം കെട്ടുന്നത് ആരെയും പറ്റിക്കാനല്ല, അവർക്കൊരു പ്രശസ്തി കിട്ടാൻ വേണ്ടി മാത്രം. വേറെ ഉദ്ദേശമൊന്നുമില്ല, സമ്പത്തിൽ മോഹമില്ല, മറ്റ് ദുരുദ്ദേശങ്ങളൊന്നുമില്ല. 4 പേര് എന്നെ വലിയവനാണ് എന്ന് അംഗീകരിക്കും. അതിന് പറ്റിയത് ഈ കാഷായ വേഷമാണ് എന്ന് സന്യാസ വേഷം ധരിച്ച് ലോകത്തിൽ സഞ്ചരിക്കുന്നവർ അവരുടെ മനസ്സിൽ കളങ്കമുണ്ട് എന്ന് അംഗീകരിക്കാം. അല്ലെങ്കിൽ ഈ വേഷം കെട്ടേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ജ്ഞാനം നേടി യഥാർത്ഥ ജ്ഞാനിയായി യഥാർത്ഥ തപസ്വിയായി അദ്ദേഹത്തിന് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാമല്ലോ. അപ്പോൾ അയാൾ ഇല്ലാത്ത ഗുണങ്ങളെ ഉള്ളതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവൻ നിർമ്മല ഹൃദയനല്ല. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവൻ, ജീവിക്കുന്നവൻ, വേഷം കെട്ടുന്നവൻ അവൻ ചിത്തശുദ്ധിയുള്ള വ്യക്തിയല്ല. എന്നാലും അചാരുചേതസ എന്ന് പറഞ്ഞാൽ മലിനഹൃദയന്മാരാണ് അവർ. ആ കാര്യത്തിൽ തർക്കമില്ല. വിദ്വത് സാദൃശ്യ വിഡംബനേന, വിദ്വാൻമാരെ പോലെ എന്ന് പറഞ്ഞാൽ കറതീർന്ന തത്വദർശികളെപ്പോലെ, ജ്ഞാനികളെപ്പോലെ അവർ അഭിനയിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ജനങ്ങളിൽ നിന്നൊരു ആദരവ് ലഭിക്കണം. മറ്റുള്ളവർ അദ്ദേഹത്തെ മഹാനാണ് എന്ന് അംഗീകരിക്കണം. അവർക്ക് മാനം, പൂജ, 4 പേര് കാലിൽ വന്ന് വീണ് നമസ്കരിക്കുമ്പോൾ ഒരു സന്തോഷം ആർക്കായാലും ഉണ്ടാവത്തില്ലേ? നമ്മെ കാണുമ്പോൾ എല്ലാവരും തൊഴുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, നമ്മുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അപ്പം അങ്ങനെയുള്ള ചില അല്പമായ എന്താ പറയുന്നത്, അല്പമായ ആദരവോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഒക്കെ ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ വേഷം കെട്ടുന്നവരുണ്ട്. തപസ്വി ശബ്ദേന തഥാ ഖ്യാതിർലക്ഷ്യത്തെ. തപസ്വി എന്ന് എല്ലാവരും അദ്ദേഹത്തെ പറയുന്നു. അദ്ദേഹം ദിവ്യനാണ്, മഹാത്മാവാണ്, കറതീർന്ന ജ്ഞാനിയാണ് എന്നൊക്കെ എല്ലാവരും പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് അത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നൽകുന്നു. വേറെ ദോഷമൊന്നുമില്ല അയാളെ കൊണ്ട്. മിഥ്യാപരികൽപ്പിത സ്വതപസ്വിത പ്രഖ്യാതി ദാർഢ്യായ ഇത്യർത്ഥ. താൻ കാണിക്കുന്നത് മുഴുവൻ വേഷം കെട്ടാണെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. താൻ തപസ്വിയല്ല, തപസ്വിയെപ്പോലെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ആ അഭിനയത്തിലൂടെ തനിക്ക് ലഭിക്കുന്ന പ്രചാരവും പ്രസിദ്ധിയും ആദരവും ബഹുമാനവും സ്വീകാര്യതയും ഇതെല്ലാം അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വേഷം കെട്ടുന്നത്. അത് സാരമില്ല. അനാവിഷ്ട വിചേഷ്ടന്തേ വീതരാഗാസരാഗവതേ ഗതഹാസാ ഹസന്ത്യജ്ഞാൻ സഹസാ കരുണാകുലാഹ. ഈ കപടവേഷധാരികളുടെ കാര്യം അത് അവരെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, അവരെക്കുറിച്ച് നീ വിഷമിക്കേണ്ട രാമ. യഥാർത്ഥ ജ്ഞാനികളുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. അവരുടെ ലക്ഷണം അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആരാണ് വേഷം കെട്ടുന്നത്, ആരാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് കണ്ടുപിടിക്കുന്നത് വലിയ പ്രയാസമാണ്. എങ്കിലും ഈ ജ്ഞാനികളുടെ യഥാർത്ഥ ലക്ഷണങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു കേൾപ്പിച്ചു തരാം.
അനാവിഷ്ടാ വിചേഷ്ടന്തേ വീതരാഗാസരാഗവതേ. ബാഹ്യവിഷയങ്ങളൊന്നും ഉള്ളിൽ യഥാർത്ഥത്തിൽ പ്രവേശിക്കാതെ തന്നെ അവയൊക്കെ ഉള്ളിൽ പ്രവേശിച്ച ഒരു വ്യക്തി എന്ന പോലെ ജീവിക്കുന്നു ജ്ഞാനി. വീതരാഗാഹ സരാഗവത്. ഉള്ളിൽ രാഗദ്വേഷങ്ങൾ അല്പം പോലുമില്ല. എന്നാൽ അവരുടെ പ്രവൃത്തി കണ്ടാൽ അവർക്ക് പലതിലും അല്ലെങ്കിൽ പലരോടും രാഗദ്വേഷങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. അത് ബാക്കിയുള്ളവർ എന്തു വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ആ വ്യക്തിയുടെ ഹൃദയം ആകാശം പോലെ നിർമ്മലമാണ്. അങ്ങനെ രാഗദ്വേഷങ്ങൾ ഇല്ലാത്തവരായിട്ടും രാഗദ്വേഷങ്ങളോട് കൂടിയവരെ പോലെ അവർ വ്യവഹരിച്ചു എന്ന് വരാം. ഗതഹാസാഹ ഹസന്ത്യജ്ഞാൻ. അവർ ആരെയും പരിഹസിക്കുന്നില്ല. ആരോടും അവജ്ഞയോ വെറുപ്പോ നീരസമോ ഈ ജ്ഞാനികൾക്കില്ല. അതുകൊണ്ട് ഒരാളെ പരിഹസിച്ച് ചിരിക്കുന്ന സ്വഭാവം, അപഹസിക്കുന്ന സ്വഭാവം, കൊച്ചാക്കുന്ന സ്വഭാവം, കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം ഈ ജ്ഞാനികൾക്കില്ല. എന്നാൽ ഉള്ളുകൊണ്ട് ഈ അജ്ഞാനികളുടെ ജീവിതത്തെ അദ്ദേഹം നോക്കി ഉള്ളിൽ അദ്ദേഹം ചിരിക്കും. പാവങ്ങൾ ഒക്കെ മണ്ടന്മാരായി പോയല്ലോ എന്ന് പുറത്താരോടും പറയത്തില്ല. ഇവരൊക്കെ ഈ മൂഢജനങ്ങളായി പോയല്ലോ എന്ന് അദ്ദേഹം തൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും ചിരിക്കും. പക്ഷെ പുറമെ ആരെയും പരിഹസിക്കുകയില്ല, ആരുടെ മനസ്സിനെയും വ്രണപ്പെടുത്തുകയില്ല. ഒരു ജീവിയെയും ദുഃഖിപ്പിക്കണം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ള ചിന്തകളൊന്നും ജ്ഞാനിക്കില്ല. പക്ഷേ ഈ അജ്ഞാനികളുടെ മൂഢത കാണുമ്പോൾ ഉള്ളിൽ അവർക്ക് ചില സമയത്ത് ചിരിയുണ്ടാകും. ആ ചിരി, ആ ഒരു പരിഹാസഭാവം കാരുണ്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ചിരിച്ചിട്ട് പരിഹസിച്ചിട്ട് കടന്നു പോകുന്നവരല്ല, അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നവരാണ്. അജ്ഞാനികളോട് കാരുണ്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. ഉള്ളിൽ ചിരി തോന്നും. ഇപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾ ബുദ്ധിശൂന്യമായ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ചിരി തോന്നും, നമുക്ക് ചിരി വരും, നമ്മൾ പുറമേ ചിരിക്കുകയും ചെയ്യും. പക്ഷേ അവരെ ഉദ്ധരിക്കുക എന്നുള്ള കർമ്മം കൂടെ ഈ ജ്ഞാനികൾ ചെയ്യുന്നത് കൊണ്ട് അവർ യഥാർത്ഥത്തിൽ കാരുണ്യവാന്മാരാണ്. അവരെ മോശമായി കരുതരുത്. പണ്ട് ഒരു 9-ലോ 10-ലോ ഒരു മലയാളത്തിലെ ഒരു പാഠം പഠിച്ചത് ഓർമ്മയുണ്ട്. ഹാസ്യത്തിൻ്റെ ഉത്പത്തി എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. ഹാസ്യത്തിൻ്റെ ഉത്പത്തി. അതായത് ഒരാളിൽ ചിരി എപ്പോഴാണ് ഉണ്ടാകുന്നത്, ചിരി എങ്ങനെ ഉണ്ടാകുന്നു, എപ്പോഴുണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു, ഇതിനൊന്നും വ്യക്തമായ ഉത്തരവൊന്നുമില്ല. അത് വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നല്ല വേഗത്തിൽ വന്നിട്ട് അയാൾ നമ്മെക്കാളും വേഗത്തിൽ നമ്മെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് തറയിൽ കിടന്ന ഒരു പഴത്തൊലിയിൽ തെന്നി പൊത്തമൊന്ന് താഴെ വീഴുന്നു. ആ കാഴ്ച കാണുന്ന ഏത് വ്യക്തിയുടെയും ഉള്ളിൽ ആദ്യം ഉണ്ടാവുന്നത് ചിരിയായി. നമുക്ക് ചിരി വന്നിട്ടേ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് അയാളെ പിടിച്ച് എണീപ്പിക്കത്തുള്ളൂ. അത് നമുക്ക് ആളുകളുടെ മനോഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾ റോട്ടിൽ കൂടെ വേഗത്തിൽ പോയിട്ട് പെട്ടെന്ന് ചരക്കി അടിച്ച് വന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്നത് ചിരിയാണ്. നമ്മൾ ഓടി അടുത്ത് ചെല്ലും, അയാളുടെ കൈ പിടിച്ച് അയാളെ എണീക്കാൻ സഹായിക്കും. അതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആദ്യം വരുന്നത് ചിരിയാണ്. ആ ചിരി എന്ന് പറയുന്നത് ക്രൂരത കാരണമായിട്ടോ ദയവില്ലായ്മ കൊണ്ടോ അല്ല. ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് ആദ്യം ചിരി വരും. എത്രയോ ആൾക്കാർ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വീണപ്പോൾ തന്നെ ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ എന്നെ ഒരു കാള കുത്തിയിട്ടു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ, BJT ഹാളിൻ്റെ മുമ്പിൽ ഓണാഘോഷം കാണാൻ തടിച്ചു കൂടിയ ഒരു ജനാവലി റോഡിൻ്റെ 2 വശത്തും. റോഡ് സൈഡിൽ ചുമ്മാതെ കിടന്ന ഒരു കാള. ഈ പയ്യന്മാരുണ്ടല്ലോ, ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, ആ കാളയെ വിരളി പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കാളയ്ക്ക് ആകപ്പാടെ ദേഷ്യമായി.
കാള എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പയ്യന്മാരിരുന്ന ദിശയുടെ എതിർ ദിശയിലേക്ക് ഓടി. അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണ് റോഡ് സൈഡിൽ. ഇവരുടെ ഉദ്ദേശം അതായിരുന്നു, കാളയെ ഓടിച്ച് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കയറ്റണം. കാള ഓടി സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു. സ്ത്രീകളെല്ലാം കൂടെ പരിഭ്രാന്തരായി അവരെല്ലാം ചാടി എഴുന്നേറ്റു. അവർ ഈ കാളയെ തിരിച്ചോടിച്ചു. അവരങ്ങോട്ട് പോ കാള എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വരട്ടുന്നു. അങ്ങോട്ട് പോയപ്പോൾ അവിടുന്ന് സ്ത്രീകളും വരട്ടുന്നു. കാളയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കഷ്ടകാലത്ത് ഞാൻ നിന്നിരുന്നത് റോഡിൻ്റെ സൈഡിലാണ്. എൻ്റെ പുറകിൽ മുഴുവൻ ആളാണ്. എനിക്ക് ഒതുങ്ങാൻ സ്ഥലമില്ല. ഈ വിരളി പിടിച്ച കാള അതിവേഗത്തിൽ എന്നെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഒതുങ്ങാനോ മാറാനോ സ്ഥലമില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, റിഫ്ലക്സ് റിയാക്ഷൻ. ഈ കാളയുടെ കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഓടി റോഡിൻ്റെ സൈഡിലൂടെ ഓടാമല്ലോ. ഒതുങ്ങാൻ സ്ഥലമില്ല, അപ്പം പിന്നെ ഓടുക. അപ്പം അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു നോട്ട് ബുക്കുണ്ട്. എന്തിനാണ് ആ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ കൺസെഷൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ വെറുതെ ടിക്കറ്റ് കൊടുത്ത് ബസ്സിൽ വരണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് എൻ്റെ നല്ല കാലത്തിന് ഞാൻ പുറയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഓടിയത്. സാധാരണ ഒരു പുസ്തകം ഇങ്ങനെ പുറയിൽ വെച്ചുകൊണ്ട് ആരും ഓടാറില്ല. എന്തോ ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടി. ഞാനൊരു 4 സ്റ്റെപ്പ് ഓടിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ അനുഭവം പറയാം. ഞാൻ കുറച്ചു നേരം വായുവിലൂടെ പറക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാള എൻ്റെ പുറകെ വന്നിട്ട് എന്നെ കുത്തുകയോ കോരി എറിയുകയോ എന്തോ ചെയ്തു. കുറച്ച് നേരത്തേക്ക് ഞാൻ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് തറയിൽ പൊത്തോന്ന് വീണ് ഈ കൈമുട്ടിൻ്റെ 2 ഭാഗം, കാൽമുട്ടിൻ്റെ ആ ഭാഗം, അവിടെയെല്ലാം തോല് പോയി ചോര വന്നു. ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലറയെല്ലാം റോഡിൽ ചിതറി വീണു. ഞാൻ പണ്ട് ഈ നന്ദികേശ്വരനെ ഏതോ രീതിയിൽ നിന്ദിച്ചിട്ടുണ്ട്. അതാണ് ഈ നന്ദികേശ്വരൻ കാളയുടെ രൂപത്തിൽ വന്ന് എനിക്കിട്ട് പണിഞ്ഞത്. ചില്ലറയൊക്കെ പോയി. വീണ് കിടക്കുന്ന ഞാൻ, ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരാൾ വന്ന് വീഴുമ്പോൾ ആദ്യം ജനങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം ചിരിയാണ്, ഹാസ്യമാണ്. എന്നിട്ട് 4-5 പേര് ഓടി വന്നു. 4-5 പേര് ഓടി വന്നിട്ട് എന്നെ പിടിച്ചുയർത്തിയിട്ട് അതിൽ ഒരുത്തൻ്റെ പരിഹാസം, ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ, വേർത്തും ചോദിക്കുന്നു, ഒരു കൂൾ ഡ്രിങ്ക്സ്, വെള്ളം വേണമെന്നല്ലേ ചോദിക്കുക. അപ്പോൾ വീണ് കിടക്കുന്നവനെ പിന്നെയും പരിഹസിക്കുക. കുറേ പേര് റോട്ടിൽ കിടന്ന് വീണ ആ ചില്ലറയൊക്കെ എടുത്ത് പോക്കറ്റിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 200 പേജ് പുസ്തകം ഞാൻ നോക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ഓട്ടം. ആ 200 പേജും തുളച്ച് ഈ കാളയുടെ കൊമ്പ് പുറത്ത് വന്നതുകൊണ്ട് അതിൻ്റെ നടുക്കൊരു വലിയ ഹോൾ. ആ പുസ്തകം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വാസിഷ്ടം സംസാരിക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കത്തില്ലായിരുന്നു. അപ്പം തന്നെ തീർന്നേനെ. ആ കാളയുടെ കൊമ്പുണ്ടല്ലോ, ഇങ്ങനെ അറ്റത്ത് നല്ല മൂർച്ചയുള്ള കൊമ്പാണ്, ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്തോ ഒരു കാര്യത്തിന്, നല്ല കാലത്തിന് ഈ പുസ്തകം പുറയിൽ വെച്ചത് കൊണ്ട് അതിൻ്റെ ആ കൊമ്പ് ഈ പുസ്തകത്തിലാണ് തുളച്ച് കയറിയത്. അല്ലെങ്കിൽ അതെൻ്റെ ശരീരത്തിൽ തുളച്ച് കയറിയാലേ. എന്തോ ഈശ്വരകാരുണ്യം. ഇനിയിപ്പോൾ ഓണാഘോഷം കാണാൻ അവിടെ നിന്ന് ശരിയാവുമോ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? നേരെ അവിടുന്ന് വെച്ച് പിടിച്ചു നടന്നു. ബസ്സൊന്നുമില്ലല്ലോ. നടന്ന് നേരെ SMV സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും അവരൊക്കെ അവിടെ ഫ്ലോട്ട് കാണും. ഞാൻ ആദ്യം കണ്ടിട്ട് നേരത്തെ വീട്ടിലെത്താമല്ലോ എന്ന് വിചാരിച്ചാണ് BJT ഹാളിൻ്റെ അവിടെ ചെന്ന് നിന്നത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് അവർ കണ്ടു. എവിടെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം കിട്ടി, വയറ് നിറഞ്ഞു വന്നു, ഞാൻ പോവുകയാണെന്ന്. ഇല്ല, ഫ്ലോട്ട് കാണുന്നില്ലേ? ഇല്ല, ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഞാനങ്ങ് വീട്ടിലേക്ക് പോയി.
നീറ്റിലെടുക്കുന്നതിന് ഇവിടെയുള്ള കുറേ തൊലി അങ്ങ് പോയി, കൈമുട്ടിലും കാൽമുട്ടിലും ഉള്ള. അപ്പം ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഹാസ്യം, ചിരി എന്ന് പറയുന്നത് അത് ക്രൂരത കാരണമായിട്ടല്ല ചിരി വരുന്നത്. അത് വളരെ സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഈ ജ്ഞാനികൾ കരുണാമയന്മാരാണ്. പക്ഷേ അജ്ഞാനികളുടെ അവർ കാണിക്കുന്ന വിഡ്ഢിത്തം അതൊക്കെ നോക്കി ഉള്ളിൽ ചിരിക്കുന്നവരുമാണ്. അദ്ദേഹം ഉള്ളിൽ ചിരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ അജ്ഞാനികളോട് അവർക്ക് എന്തെന്നില്ലാത്ത കാരുണ്യമാണുള്ളത്. അനാവിഷ്ടാഹ ക്രിയാഫലേഷു അനഭിനിവിഷ്ടാഹ. കർമ്മഫലത്തിൽ അശേഷം താത്പര്യമില്ലാത്തവരാണ്, സംഘമില്ലാത്തവരാണ്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടിയേ തീരൂ എന്ന നിർബന്ധ ബുദ്ധി ഇല്ലാത്തവരാണ്. അതുകൊണ്ട് കർമ്മത്തിന് ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും അതുകൊണ്ട് അവർ ബാധിക്കപ്പെടുന്നില്ല. അജ്ഞാനികളോട് കാരുണ്യമുള്ളവരാണ്. അജ്ഞാനികളുടെ ചെയ്തികളെ ഓർത്ത് ഉള്ളിൽ ചിരിക്കുന്നവരാണ്. ഇങ്ങനെ ജ്ഞാനികളുടെ പലതരത്തിലുള്ള ആന്തരികമായ ഭാവങ്ങൾ, ലക്ഷണങ്ങൾ, അതിനെയാണ് ഇനി വർണ്ണിച്ച് കേൾപ്പിക്കുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം.